അതുണ്ടല്ലോ നമ്മൾ എയർടെലിൻ്റെ സിം ഉപയോഗിക്കുന്നുണ്ടല്ലോ അവർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 22 റീചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ ചെറിയൊരു ടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 രൂപ ലാഭം കിട്ടും ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 22ൻ്റെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ 1 GB ആണ് കിട്ടുന്നത്. പിന്നത്തെ തവണ വന്നിട്ട് 22 ചെയ്യും അപ്പോഴും 1 GB കിട്ടും. അങ്ങനെ 44 രൂപയും 2 GB അങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പകരം എയർടെലിൻ്റെ താങ്ക്സ് ആപ്പിൽ കയറിയിട്ട് 1 GB നമുക്ക് ലോൺ കിട്ടും. 1 GB ലോണിന് നമ്മൾ പിന്നത്തെ തവണ റീചാർജ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ 1 GB ഒരു തിരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ 1 GB ലോൺ എടുക്കുക. പിന്നെ പിന്നത്തെ തവണ നമ്മുടെ ഡാറ്റ തീരുമ്പോൾ ചെന്നിട്ട് 33 റീചാർജ് ചെയ്യുക. അപ്പോൾ 2 GB കിട്ടും. ആ 2 GB-ൽ 1 GB നമ്മൾ നേരത്തെ ലോൺ എടുത്ത് കട്ടായി പോകും. ബാക്കി 1 GB ഉണ്ടാവും. ആ 1 GB നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 തവണ നമ്മൾ ചെയ്യുമ്പോൾ 33 രൂപ വരണുള്ളൂ. അതേസമയം നമ്മൾ 2 തവണയായിട്ട് 22 ചെയ്യുമ്പോൾ 44 രൂപ വരും. 11 രൂപ നമുക്ക് ലാഭം കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ മാസത്തിൽ 1, 2, 3, 4 തവണ ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു വളരെ ഉപകാരപ്പെടും. ഇങ്ങനെ ചെയ്യുന്ന ട്രൈ ചെയ്ത് നോക്കട്ടാ.